ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രശാന്ത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ്ലാന്റിസ് ട്രാവൽ ഫ്രീക്ക്. അപ്പോൾ നമ്മളിന്നൊരു കിടിലൻ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് ദൂരത്തിലുള്ള ഒരു ചിറയിലേക്ക് വന്നേക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ മീൻ പിടിക്കാനാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മീൻ പിടിക്കുക, അതിനെ നമ്മളിവിടെ വെച്ച് വറക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോട്ടറൊക്കെ കൊണ്ടുവന്ന് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വെള്ളം വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 7 മണിക്ക് ഇത് ചെയ്ത് തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചാണ്. പക്ഷേ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ മോട്ടറൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുപാട് സമയം വൈകിട്ടുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല ചെരുപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പാട് ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ഫേമസ് ആവണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് പേര് എന്നെ അറിയണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, എൻ്റെ ഒരു സന്തോഷത്തിന് അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കുക. പല സമയത്ത് എനിക്ക് യാത്ര ചെയ്യാൻ പോലും എൻ്റെ പൈസ ഉണ്ടാവാറില്ല. പക്ഷെ എന്നാൽ പോലെ ഞാൻ വീഡിയോ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടായിട്ട് ഒരു പ്രോത്സാഹനമായിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ ചാനൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന വലിയൊരു പ്രോത്സാഹനമായിരിക്കും. നമുക്ക് ചെയ്തതില്ലാത്തൊരു ഉപകാരമല്ലേ, നിങ്ങൾക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നൊരു കാര്യമല്ലേ, ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്ന ചിറ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇത് വളരെ വലിയ ഒരു ചെറിയ ചിറയൊന്നുമല്ല, വളരെ വലിയൊരു ചിറ. ഇതുണ്ടല്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. വളരെ ദൂരം ഇങ്ങനെ പരന്ന് വിടർന്ന് കിടക്കുന്ന ചിറയാണത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞത് ഇത് വറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ലെന്ന്. മനസ്സിലായോ? അപ്പോൾ ഇതാണ്ട് നമ്മുടെ മോട്ടർ ഇരിക്കുന്ന ഭാഗം ഞാൻ കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. അതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ടൊന്നും വെള്ളമായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് പോച്ചയാണ്. പോച്ചയുടെ അടിയിൽ നല്ല രീതിയിൽ ആഴം, അത്യാവശ്യം നല്ല ആഴവും അതുപോലെ തന്നെ ചെളി നിറഞ്ഞ ഒരു ഭാഗമാണ് കേട്ടോ അത്. ഇതിൻ്റെ മുകളിൽ പോച്ച കിടക്കുമ്പോൾ നമുക്ക് വലിയ ആഴമുള്ളതായിട്ട് തോന്നുന്നില്ല, പക്ഷേ അവിടെ ശരിക്കും ആഴമുണ്ട് കേട്ടോ. അത് ഇതെല്ലാം വറ്റിച്ചിട്ട് ഈ ചെളിയൊക്കെ വാരി മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടുത്തെ ആഴം എന്തുവാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അവിടെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് നമ്മളൊരു ഭാഗത്തോടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുക ഇല്ലേ. വെള്ളത്തിൻ്റെ ആ ഒരു ശക്തി ഉണ്ടല്ലേ, നിങ്ങൾ ഒട്ടും വെള്ളമില്ല എന്ന് വിചാരിക്കുന്ന ഭാഗത്തു നിന്നുള്ള വെള്ളമാണ് കേട്ടോ ഈ കാണുന്നത് കേട്ടോ. നോക്കുമ്പോൾ ഇവിടെ പോച്ച നിറഞ്ഞിങ്ങനെ കിടക്കുക, പക്ഷേ ഇപ്പോൾ നല്ല ശരിക്കും നല്ല വെള്ളമുണ്ട്. വെള്ളം തീരാതെ ഇങ്ങനെ നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എണ്ണയൊക്കെ ഇങ്ങനെ മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നിൽക്കുന്ന എൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛൻ ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറയാ. എൻ്റെ അച്ഛനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സഹായിക്കാനായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ട്. അഖിൽ നമ്മുടെ ഫ്രണ്ടാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൂടെ സഹായിക്കാനായിട്ട് പുള്ളിക്കാരനും വന്നിട്ടുണ്ട്. അങ്ങനെ ചിറ ഏകദേശം വറ്റി തുടങ്ങി കേട്ടോ. വറ്റി തുടങ്ങി നമ്മൾ പോച്ചയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. വറ്റി തുടങ്ങിയെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് പറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല, നല്ലൊരു ഏകദേശം കുറച്ചൊക്കെ വറ്റി വരുന്നുണ്ട്. വെള്ളം താഴുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോച്ച താഴേക്ക് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പോച്ചയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് വെള്ളം കിടക്കുന്നതിന് മേളിൽ, വെള്ളത്തിന് മേളിൽ ഇതിങ്ങനെ പൊങ്ങിക്കിടക്കും. പക്ഷേ വേരും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ വെള്ളം ഇങ്ങനെ പറ്റുന്നതിനനുസരിച്ച് പോച്ച കീപ്പോട്ട് ഇരുത്തിക്കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ പോച്ച മാറ്റി കൊടുക്കുന്ന തീരാണ് നിങ്ങൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനും ഇതിൻ്റെ കൂടെ ഇറങ്ങേണ്ടതാണ്. ഞാനിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. വേറെ വീഡിയോ എടുക്കാൻ ആളില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട്. കണ്ടില്ല, ഇതിപ്പോൾ വരമ്പ് വെട്ടി വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടില്ല, ഈ കിടക്കുന്ന ചിറയിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഇറങ്ങി വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തന്നെ ഈ കിടക്കുന്ന പോച്ച വാരി ഇവിടോട്ട് അണ കെട്ടിയിട്ടാണ് ബാക്കിയുള്ള സ്പേസാണ് നമ്മൾ വറ്റിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ പോകെ വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനെ വാരി ചവിട്ടി താക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി നിന്ന് ചവിട്ടി താത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മീൻ അങ്ങോട്ട് മേപ്പോട്ട് കയറി പോകരുത്. അതുപോലെ തന്നെ മേലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കീപ്പോട്ട് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യും. ഇനിയിപ്പോൾ അഖിലിൻ്റെ ഊഴം കേട്ടോ. അഖിലിപ്പോൾ ചാടി ഇറങ്ങാൻ പോകും. ഇറങ്ങലിയാ ചാടി ഇറങ്ങലിയാ. പുള്ളിക്കാരനൂടെ ചാടി ഇറങ്ങി പോയിട്ട് അവനോട് നിന്നിട്ട് ഈ ചെളിയെല്ലാം അവിടെ വെട്ടി സെറ്റാക്കി വെക്കും. അതാണ് ചെയ്യാൻ പോകുന്നത്. വെള്ളം നല്ല ശക്തിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോഴും ഒരു കുറവുമില്ലാതെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളം പറ്റി വരുമ്പോഴത്തേക്ക്
മീനുകളുണ്ടെങ്കിൽ നമുക്ക് തപ്പിപ്പിടിക്കാം. അതുപോലെ തന്നെ ചെളി വാരി നമുക്ക് ബാക്കിയുള്ള വെള്ളം എല്ലാം കൂടെ വറ്റി വരണം. ഇനിയിപ്പോൾ നമ്മുടെ വരമ്പൊക്കെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ വരമ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനിപ്പുറത്തോട്ട് ഇങ്ങോട്ട് വെള്ളം ഇറങ്ങത്തില്ല, ആ ഒരു രീതിയിൽ കേട്ടോ. അതായത് കണ്ടില്ലേ, ഇതിനകത്ത് ഇങ്ങോട്ട് വെള്ളം ഇനി ഇറങ്ങി വരത്തില്ല. അങ്ങനെ നമ്മൾ വരമ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതിനൊക്കെ ഇച്ചിരി ഹൈറ്റ് വരും കേട്ടോ വരമ്പ് വെക്കുമ്പോഴത്തേക്ക്. ഞാൻ തുടക്കം മുതൽ നിങ്ങളുടെ അടുത്തൊന്ന് കാണിച്ചെന്നുള്ളൂ. വരമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കിവിടെ ഇറങ്ങാനുള്ള നേരമായി. അപ്പോൾ ഞാനിവിടെ ഇറങ്ങട്ടെ പോയി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുളമൊക്കെ ഏകദേശം വറ്റിച്ച് കംപ്ലീറ്റ് ആക്കി ദേവി തീർത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ഏകദേശം ഈ നിൽക്കുന്ന ഈ ലെവലിലായിരുന്നു നമുക്ക് പോച്ചയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഈ ഒരു ലെവലിൽ തന്നെ വെള്ളവും ഉണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം. കാരണം ആ കാണുന്ന നിങ്ങൾ ആ തിട്ട ഉണ്ടാക്കി വെച്ചേക്കുന്നില്ല, ആ തിട്ട ഉണ്ടാക്കുന്ന വെച്ചേക്കുന്ന ലെവലിൽ നമുക്ക് വെള്ളവും ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ ആ വെള്ളമെല്ലാം തേവി വറ്റിച്ച് അതിനുശേഷം നമ്മൾ മീൻപിടുത്തം തുടങ്ങാനായിട്ടുള്ള പ്ലാനായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വെള്ളവും തീർന്നു കേട്ടോ. ഇപ്പോൾ വെള്ളം എന്ന് പറയാനായിട്ട് നമുക്ക് അധികം ഇവിടെ വെള്ളമൊന്നുമില്ല. പക്ഷേ നമുക്ക് പറ്റിയൊരു അമളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തേവിയിട്ട് കിട്ടിയ മീനാണ് കേട്ടോ. ഇത് ഭയങ്കര രസമാണ്. ഏകദേശം നമ്മളിവിടെ മോട്ടറൊക്കെ എടുത്ത് വെച്ച് ഇതെല്ലാം വറ്റിച്ച് അതിനുശേഷം നമുക്ക് കിട്ടിയ മീനാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ആ ചാടിപ്പോയി, എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയി. വേണ്ടോ, ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. വരാലാണ് കേട്ടോ, പക്ഷെ കുഞ്ഞൊരു വരാല്. ഇതാണ് നമുക്ക് ഈ ഒരു സംഭവം, ഈ ഒരു തോട് മൊത്തം നമ്മൾ തേവി പറ്റിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇവിടെ പരാജയം ഏറ്റുവാങ്ങി തിരിച്ചു പോകാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇനിയും നാളെയും വേറെ ചില പ്ലാനുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇന്നത്തെ ദിവസം നമ്മുടെ പ്ലാൻ ചീറ്റിപ്പോയെങ്കിലും അടുത്ത ദിവസം നമ്മൾ ആ കാണുന്നില്ലേ, അവിടെ കാണുന്നില്ലേ, ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ചൂണ്ടയിടാനാണ് ഉദ്ദേശിക്കുന്നത്. ചൂണ്ടയിടുക, ഒരു 10-100ഓളം ചൂണ്ട കൊണ്ടുപോയിട്ട് നമ്മൾ ആ ചൂണ്ട എല്ലാം അവിടെ എല്ലാം നമ്മൾ ഇട്ടിട്ട് അങ്ങനെ മീൻ പിടിക്കാനായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ നാളെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നാളത്തെ നമ്മുടെ പ്ലാന്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ മീനൊന്നും കിട്ടിയില്ല, നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോകാൻ പോവാണ്. ഇത് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കണോട് ഒന്ന് അടിച്ചങ്ങ് പൊട്ടിച്ചേരെ. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കല്ലേ. നിങ്ങൾ കാര്യം വെച്ചാൽ നമുക്കതൊരു വലിയൊരു സപ്പോർട്ടാണ്, വലിയൊരു പ്രചോദനമാണ്. അടുത്തൊരു വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് വളരെയധികം കോൺഫിഡൻസ് അത് തരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഞാൻ പ്രശാന്ത് സൈനിങ് ഔട്ടാണ് കേട്ടോ.